ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സൗന്ദര്യ സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ചർമ്മത്തിന് അനുയോജ്യമായ ഫേസ് പാക്ക് തന്നെ ഉപയോഗിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും. ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ ഇത് തീർച്ചയായും ശ്രദ്ധിച്ച് അതനുസരിച്ചുള്ള സ്കിൻ കെയർ തന്നെ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ സ്കിൻ ടൈപ്പ് കോമ്പിനേഷനാണ്. അതായത് മുഖത്തിൻ്റെ കുറച്ചു ഭാഗം ഓയിലി ആയിരിക്കും, ബാക്കി ഭാഗം നോർമലും ആയിരിക്കും. നോർമൽ സ്കിന്നിൽ പിമ്പിൾസോ ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ഓയിലി ആയിട്ടുള്ള ഭാഗത്ത് അതിനുള്ള പ്രകൃതിദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പരിചരണം നൽകുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനായി നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനായിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മുഖത്ത് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇനി ഈ ടിഷ്യൂ പേപ്പർ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് എണ്ണമയം ടിഷ്യൂ പേപ്പറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം എണ്ണമയമുള്ള ചർമ്മം അഥവാ ഓയിലി സ്കിൻ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരക്കാരിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിമ്പിൾസും ഒക്കെ സാധാരണയായിട്ട് കാണാറുണ്ട്. ജനിതകപരമായ ചില കാരണങ്ങളും ടെൻഷൻ കൂടുതലായിട്ടുള്ളവരിലും ഒക്കെ ഓയിലി സ്കിൻ ഉണ്ടാവാറുണ്ട്. ഓയിലി സ്കിന്നിൻ അല്ലെങ്കിൽ പോലും പിന്നീട് അതങ്ങനെ ആകുന്നതായും കണ്ടുവരാറുണ്ട്. പിന്നെ ചില ക്രീമുകളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൊണ്ടും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കുക. ഓയിലി സ്കിന്നിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഫേസ് പാക്ക് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു, അത് ഫോളോ ചെയ്യുക. എഗ് വൈറ്റ്, തൈര്, ടൊമാറ്റോ ഇതൊക്കെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങളാണ്. ഇത്തരം നാച്ചുറലായിട്ടുള്ള പരിചരണ രീതികളിലൂടെ ഓയിലി സ്കിന്നിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഓയിലി സ്കിൻ ഉള്ളവർക്ക് പ്രായമാകുമ്പോൾ ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാവില്ല എന്നൊരു ഗുണമുണ്ട്. അതായത് ഓയിലി സ്കിൻ ഉള്ളവർ കൂടുതൽ കാലം ചെറുപ്പമായി നിലനിൽക്കും എന്നുള്ളതാണ് അവരുടെ ചർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ചെറിയ തോതിൽ മാത്രമേ ഓയിൽ കാണുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ ചർമ്മം നോർമൽ സ്കിൻ അഥവാ സാധാരണ ചർമ്മമാണ്. ഇവർക്ക് പിമ്പിൾസ് പോലുള്ള സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇവരുടെ കേസിൽ പറയാനാണെങ്കിൽ കെമിക്കൽസ് അടങ്ങിയ ക്രീംസോ മറ്റു പ്രോഡക്ട്സോ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവരുടെ സ്കിൻ ഓയിലി ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങൾ മാത്രം ചെയ്യുക. നോർമൽ സ്കിൻ ഉള്ളവരാണ് കൂടുതൽ ലക്കി ആയിട്ടുള്ളത്. പ്രകൃതിദത്തമായ ചർമ്മ സംരക്ഷണ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ സുന്ദരമായി നിലനിർത്താൻ സാധിക്കും. ഇനി ടിഷ്യൂ പേപ്പറിൽ ഒട്ടും എണ്ണമയം കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചർമ്മം ഡ്രൈ സ്കിൻ അഥവാ വരണ്ട ചർമ്മമാണ് എന്ന് മനസ്സിലാക്കാം. ഇത്തരം ചർമ്മമുള്ളവർ സോപ്പ് തേച്ച് കുളിക്കുന്നതിന് പകരം ചെറുപയർ പൊടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ചില കെമിക്കൽസ് ചർമ്മം കൂടുതൽ വരളാനായിട്ട് ഇടയാക്കുന്നതാണ്. ചർമ്മത്തിലെ ചുളിവുകൾ വീണ് പ്രായം കൂടുതൽ തോന്നിക്കാനായിട്ട് അത് കാരണമാകും. വരണ്ട ചർമ്മം ഉള്ളവർ ഒരിക്കലും ചൂടുവെള്ളത്തിൽ കുളിക്കരുത്. സാധാരണ വെള്ളം ഉപയോഗിച്ച്, അതായത് ഇപ്പോൾ ചൂടുവെള്ളം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അത് നോർമൽ ഇതിലേക്ക് വന്ന ശേഷം മാത്രം കുളിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം ദിവസവും 8 ഗ്ലാസ് മസ്റ്റായും കുടിക്കുക. ഫ്രഷ് ജ്യൂസ് മധുരം ആഡ് ചെയ്യാതെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ വരൾച്ച കൂടാൻ ഇടയാക്കും. ചർമ്മത്തിൻ്റെ വരൾച്ചയൊക്കെ മാറാനായിട്ട് ചെറുപയർ പൊടിയും തേനും തൈരും കൂടി മിക്സ് ചെയ്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ടിഷ്യൂ പേപ്പറിൽ മൂക്കിൻ്റെ ഭാഗത്തും നെറ്റിയിലും താടിയിലും അങ്ങനെ ചില ഭാഗങ്ങളിൽ മാത്രം എണ്ണമയം ഉണ്ടെങ്കിൽ നിങ്ങളുടേത് കോമ്പിനേഷൻ സ്കിന്നാണ്. ദിവസവും 3 പ്രാവശ്യമെങ്കിലും തണുത്ത വെള്ളത്തിൽ മുഖം നന്നായി കഴുകാവുന്നതാണ്. കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് ഉപയോഗിക്കാം. ഇത് ഓയിൽ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ചും ആപ്പിളും ഉപയോഗിച്ചുള്ള ഫേസ് പാക്കും ഗുണകരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഈ വീഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ബൈ.